ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു ചിക്കൻ കറിയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. വെൽക്കം ടു വോക്ക് ആൻഡ് ലാഡൽ. നമുക്കെല്ലാവർക്കും പരിചിതമായിട്ടുള്ളതാണ് ചിക്കൻ കറി. ആ പരിചിതമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് ഒരു വെറൈറ്റി വ്യത്യസ്ത മോഡലിൽ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ഒക്കെ വെച്ചിട്ട് എങ്ങനെ വേറൊരു ടേസ്റ്റ് മറ്റൊരു ലെവലിലേക്ക് നമ്മൾ ചിക്കൻ കറി എത്തിക്കാം, അതാണ് ഇന്ന് ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, ഒരു സവാള ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നല്ല ഫൈൻ പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കാം. അതൊരു ബൗളിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം. രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള തക്കാളി, നല്ല പഴുത്ത തക്കാളി നോക്കി എടുത്തിട്ട് അതും ഇതേ മിക്സിയുടെ ജാറിലിട്ടിട്ട് നമുക്ക് നല്ല ഫൈനായിട്ട് നല്ല പേസ്റ്റ് ആക്കി എടുക്കാം. ഇനി നമുക്ക് മസാല റെഡിയാക്കി എടുക്കാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, അതുപോലെ തന്നെ വലിയ ജീരകം, ഇത്രയാണ് എടുത്തിട്ടുള്ളത്. കുരുമുളക് പൊടി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം. ഞാൻ എരിവ് കൂടും കരുതിയിട്ടാണ് ചേർക്കാത്തത്. ഗരം മസാല ചേർക്കണ്ട, ഓൾറെഡി നമ്മൾ സ്പൈസസ് ഒക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ ഗരം മസാല വേണ്ട. ഇനി പാകത്തിനുള്ള കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്, അതിന് വെള്ളം കൂടിയാലും കുഴപ്പമില്ല, വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നല്ല കട്ടയില്ലാതെ നല്ല പേസ്റ്റ് ആക്കിയിട്ട് കലക്കിയെടുക്കാം. ഇതും ഒരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം. ഇനി വേണ്ടത് ഗ്രാമ്പൂ, പട്ട, തക്കോലം, ഏലക്ക, ചെറിയ ജീരകം, ബേ ലീവ്സ്, പച്ചമുളക്, കറി ലീവ്സ്. പച്ചമുളക് വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം കേട്ടോ. ഇനി വലിയൊരു ബൗൾ എടുത്തിട്ടുണ്ട്, കടായി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഈ സ്പൈസസ് ഒക്കെ ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. അതോടൊപ്പം തന്നെ 2 സവാള ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അതും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ല സോഫ്റ്റ് ആകുന്നത് വരെ നമ്മൾ വഴറ്റിയെടുക്കുകയാണ്. ചിക്കൻ കറി തയ്യാറാക്കുമ്പോൾ തന്നെ അതിൻ്റെ പ്രത്യേക ടേസ്റ്റും ഒരു ചെറിയൊരു മധുരവും അതിൻ്റെ ഇതൊക്കെ വരണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ സവാള നന്നായിട്ട് വാടി കിട്ടണം. അത് വാടാതെ വെന്ത മധുരമാണെന്നുണ്ടെങ്കിൽ സവാളയുടെ ടേസ്റ്റ് നമ്മൾ കറിക്കുണ്ടാവില്ല. ഓൾറെഡി സവാള ഉണ്ടാവും, അതിൻ്റെ ആ ഒരു കടി കിട്ടുമെന്നല്ലാതെ സവാളയുടെ ടേസ്റ്റ് നമ്മളതിലേക്ക് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഫൈനായിട്ട് വാടി തന്നെ വരണം. ഇനി ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 കിലോ നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കനാണ് ചേർത്ത് കൊടുക്കുന്നത്. പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഒരു 3 മിനിറ്റിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള കറി പേസ്റ്റ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുത്താൽ കറക്റ്റ് ഒരു വെള്ളത്തിൻ്റെ പരിവും കൂടി ആയിട്ട് അതിൽ കിടന്ന് നന്നായിട്ട് വേവണം നമ്മൾ ചിക്കന്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും നമ്മൾ മസാലയൊക്കെ നന്നായിട്ട് പിടിക്കണം. ഇനി അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ ചിക്കനൊക്കെ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഒരു പകുതി വേവ് കഴിഞ്ഞിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഗ്രേവി ഉണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻ്റ് ഓരോന്ന് ചേർത്ത് കൊടുക്കാം. നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തക്കാളിയില്ലേ, നല്ല പേസ്റ്റാക്കി വെച്ചിട്ടുള്ള തക്കാളി, അതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നന്നായിട്ട് ഇളക്കി നല്ല ഫൈനായിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് എത്തിച്ച് അടച്ച് വെച്ചിട്ട് ഒരു 4 മിനിറ്റും കൂടി നമുക്ക് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇത് ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് ഏകദേശം നല്ലൊരു മസാലകളൊക്കെ അതിലേക്ക് ചേരണ ഒരു പരുവായിട്ടുണ്ട്. ഈ സമയത്ത് വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ് ഉണ്ടല്ലോ, നമ്മൾ സവാളയൊക്കെ ചേർത്ത് പേസ്റ്റാക്കി വെച്ച് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. വലിയ 2 വെളുത്തുള്ളി, ഒന്നും ചെയ്യാത്ത ആ വെളുത്തുള്ളിയുടെ കൊട ഉണ്ടല്ലോ, അത് അങ്ങനെ തന്നെ ചേർത്ത് കൊടുക്കുക.
ഇനി അവസാനമായിട്ട് മല്ലിയില ചേർക്കാം. നമ്മളുടെ ഈ കറിക്ക് അടിപൊളി ടേസ്റ്റ് തരുന്നത് ഈ മല്ലിയില. ഇതിൻ്റെ കൂടെ നമ്മളൊരു ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നുണ്ട്, അതാണ് നെയ്യ്. 2 ടീസ്പൂൺ നെയ്യ്. ഒന്നും ചെയ്യാതെ ഇതിൻ്റെ മുകളിൽ 2 ടീസ്പൂൺ നെയ്യ് ജസ്റ്റ് ഒന്ന് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇളക്കൊന്നും ചെയ്യണ്ട, നമുക്കതുപോലെ അടച്ച് വെച്ചിട്ട് ഒരു 3 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. ഇപ്പോൾ ഇതാ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മളെ ചിക്കൻ കറിയുടെ കളർ തന്നെ ചേഞ്ച് ആയിട്ടുണ്ട്, നല്ലൊരു വാസനയും വരുന്നുണ്ട്. അതുപോലെ തന്നെ കറി കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ആ നെയ്യ് ലാസ്റ്റ് ചേർത്തുകൊണ്ട് തന്നെ ആ നെയ്യിൻ്റെ ടേസ്റ്റ് മുന്തി നിൽക്കും. കുറച്ച് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചേർത്തിട്ടുള്ളൂ, പക്ഷേ അതും അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ടേസ്റ്റിൽ വ്യത്യസ്തമായിട്ട് ചിക്കൻ കറി എങ്ങനെ വെക്കാമെന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഇഷ്ടപ്പെടും. ചപ്പാത്തിയോ അല്ലെങ്കിൽ ചോറിൻ്റെ കൂടെ ഏതിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് കോമ്പിനേഷനാണ് ഇന്നത്തെ റെസിപ്പി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം.